ഹലോ, ഞങ്ങളുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നത്തെ വീഡിയോ റോസ്മേരി ഉണ്ട് കേട്ടോ കയ്യിൽ. റോസ്മേരി കൊണ്ട് എണ്ണ ഉണ്ടാക്കുന്നത്. റോസ്മേരി അപ്പോൾ ഇത് വെച്ചിട്ട് ഞാൻ എണ്ണ ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ റോസ്മേരി ഓയിൽ ഉണ്ടാക്കാൻ പോവാണ്. അപ്പം മുടിയിൽ തേച്ചെടുക്കും. അപ്പം എന്താ ഞാനിപ്പോൾ ഇന്നാൾ അതിൻ്റെ റോസ്മേരി കൊണ്ട് വെള്ളം ഉണ്ടാക്കിച്ചിട്ടോ. അപ്പോൾ അത് തേക്കുന്നുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ഇതുകൊണ്ട് ഇങ്ങനെ എണ്ണ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഒരു പ്രാവശ്യം എണ്ണ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് തേച്ചിട്ടുണ്ടായിരുന്നു. നല്ല മാറ്റം ഉണ്ടായിരുന്നു. മുടി കൊഴിച്ചിനൊക്കെ നല്ല മാറ്റം ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞു. അപ്പം ഞാനിന്ന് ഇനി ഒരു കുറച്ച് എന്താ പറയുക, എനിക്ക് തലേ തേക്കാൻ മാത്രം കുറച്ച് ഉണ്ടാക്കാമെന്ന് കരുതിട്ടോ. അപ്പോൾ വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ പകുതി എണ്ണ കേട്ടോ ഞാൻ എടുക്കുന്നത്, ഫുള്ള് എടുക്കണില്ല. അതിൻ്റെ പകുതി എണ്ണ എടുക്കുന്നത്. അപ്പോൾ ഇത് വെച്ചിട്ട് എന്താ പറയുക, ഞങ്ങൾ റോസ്മേരി ഓയിൽ ഉണ്ടാക്കാൻ പോവാം കേട്ടോ. അപ്പോൾ അതാണ് സാധനം. ഇതൊന്ന് കുറച്ചെടുക്കണം കേട്ടോ, അധികം എടുക്കണില്ല. കുറച്ചെടുത്തിട്ട് നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയ്ക്ക് പോവാം. റോസ്മേരി ഉണ്ടാക്കാനുള്ള എണ്ണ ഉണ്ടാക്കാനുള്ളത് ആദ്യം ഞാൻ വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. വെള്ളം തിളച്ച് വരുമ്പോൾ അതിൻ്റെ മുകളിൽ ഒരു ഡവറയിൽ എണ്ണ ഒഴിച്ചിട്ടാണ് ഞാൻ ചൂടാക്കി എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ എന്താ പറയുക സാധാ സ്റ്റീലിൻ്റെ ഒരു ഡവറയിലാട്ടോ ഞാൻ എണ്ണ ഇതാക്കുന്നത്. ചെറിയൊരു ഡവർ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഡവറയിൽ വെള്ളമൊന്നും പാടില്ല കേട്ടോ. വെള്ളമൊക്കെ തുടച്ച് കളഞ്ഞ് നമുക്കിതിലേക്ക് എണ്ണ വെച്ചെടുക്കാം കേട്ടോ. എണ്ണ വെച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഡവറയിൽ എണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഒരൊറ്റ പിടിയുമായിട്ടോ ഇങ്ങനെ ഒരു പിടി എടുത്തിട്ട് നമുക്ക് തിക്കിട്ട് കൊടുക്കാം. അധികം വേണ്ട കേട്ടോ, കുറച്ചല്ലേ ഉണ്ടാക്കണുള്ളൂ. അപ്പോൾ കുറച്ച് മതി. അപ്പോൾ വെള്ളം തിളച്ച് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് വെച്ച് കൊടുക്കാം കേട്ടോ. വെച്ചെടുത്തിട്ട് ഒന്നിങ്ങനെ നല്ലതുപോലെ നല്ല ചൂടാവട്ടെ കേട്ടോ. അത് അതിൽ കടന്നിട്ട് ഇത് തേക്കുമ്പോൾ നല്ല മാറ്റം കേട്ടോ. മുടി കൊഴിച്ചിലും ഇപ്പം എൻ്റെ തലയിൽ താരനൊന്നുമില്ല. അതിന് താരനൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ താരനൊന്നുമില്ല. നല്ല മാറ്റം വരും കേട്ടോ ഇത് തേച്ചാൽ. പിന്നെ എന്താ പറയുക, എപ്പോഴൊന്നും തേക്കണമെന്നില്ല. 2 ദിവസം കൂടുമ്പോൾ തലയിലൊക്കെ ഒന്ന് തേച്ചിട്ടൊന്ന് മസാജ് ചെയ്തൊക്കെ എടുത്ത് നല്ലതാട്ടോ അത്. അപ്പോൾ എന്താ പറയുക, ഞാനിപ്പോൾ ഇതിൻ്റെ എണ്ണനെയാണ് ഇപ്പോൾ അധികം തേക്കൽ കേട്ടോ. ഇതിങ്ങനെ ഉണ്ടാക്കിയിട്ട് ഒരു കുപ്പിയിലാക്കി അപ്പോൾ ഇത് തേച്ചെടുക്കണം കേട്ടോ. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് 2 ദിവസം കൂടുമ്പോൾ തേച്ചെടുത്തിട്ട് എന്നിട്ട് പിന്നെ ഒന്ന് ഷാമ്പു ഇട്ടിട്ടൊന്ന് കഴുകിക്കളയും. അപ്പോൾ നല്ല തിളക്കട്ടെ കേട്ടോ. അപ്പോൾ അതിൻ്റെ മണം അങ്ങോട്ട് വരണം. ഞാൻ അധികം എടുത്തിട്ടില്ല. ഞാൻ ഒരു കുറച്ചേ എടുക്കലുള്ളൂ കേട്ടോ. അധികം ഒന്നും എടുക്കലില്ല. ആവശ്യത്തിന് കുറച്ചെടുത്തിട്ട് ഞാൻ അങ്ങനെ ഉണ്ടാക്കുക ചെയ്ത്. അങ്ങനെ എന്താ പറയുക, റോസ്മേരി എണ്ണ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് തിളച്ചിട്ട് അതിൻ്റെ ആവി ഇങ്ങനെ തിളയ്ക്കുമ്പോഴേ എണ്ണ ഇങ്ങനെ തിളച്ച് വരുമ്പോൾ അതിൻ്റെ മണമില്ലേ, ആവി വരുമ്പോൾ നല്ല മണം കേട്ടോ. ഗ്യാസിൻ്റെ പുറത്ത് മണം വരുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ അതായിട്ട് നമുക്കിത് ഓഫാക്കിയിട്ട് ഇത് വാങ്ങാം കേട്ടോ. വാങ്ങിയിട്ട് ചൂടാറിയിട്ട് നമുക്കത് കുപ്പിയിലാക്കിയിട്ട് വെക്കാം കേട്ടോ. അപ്പോൾ അത് കുപ്പിയിലാക്കിയിട്ട് തേക്കുന്നത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാൻ റോസ്മേരി ഓയിൽ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഇത് ഞാൻ ഇങ്ങനത്തെ കുപ്പി വാങ്ങിയത് ഞാൻ മീഷോന്നാട്ടോ. ഇങ്ങനത്തെ 2 കുപ്പി വാങ്ങിയിട്ടുണ്ട്. ഒരു കുപ്പി ഇതാട്ടോ. അപ്പോൾ ഞാൻ ഒരു കുപ്പിക്കുള്ളത് ഉണ്ടാക്കിയിട്ടുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് എളുപ്പമാണല്ലോ, ഇങ്ങനെ തേച്ചെടുത്താൽ മതി. ഇങ്ങനെ മുടിയിൽ ഇങ്ങനെ തേച്ചെടുത്താൽ മതിയല്ലോ. കണ്ടോ, ഇങ്ങനെ മുടിയിൽ ഇങ്ങനെ ഓട്ടിലെ കൂടിയൊക്കെ ആവും ഇങ്ങനെ തേച്ചെടുത്താൽ. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഇങ്ങനെ വാങ്ങിയത് കേട്ടോ. അപ്പോൾ ഇതുണ്ടോ, കുളിക്കുന്ന സമയത്ത് ഇങ്ങനെ തേച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ അപ്പോൾ 2 കുപ്പി വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കണ്ടോ, ഇതിങ്ങനെ സെറ്റായിട്ടാണ്. അങ്ങനെ 4 എണ്ണം വാങ്ങിയിട്ടുണ്ട്. വേറെ 2 എണ്ണം ഈ എന്താ പറയുക, റോസ്മേരി വെള്ളം ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ സ്പ്രേ പോലെ അടിക്കാൻ വേണ്ടി 2 എണ്ണം വേറെ വാങ്ങിയിട്ടുണ്ട്. അതുപോലെ 2 എണ്ണം ഇത് വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഒരു കുപ്പിക്കുള്ളത് ഇപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ളൂ. നല്ല മുടി കൊഴിച്ചിലിനും പിന്നെ താരത്തിനും ഒക്കെ മാറ്റുന്നുണ്ട് കേട്ടോ. മുടി കൊഴിച്ചിൽ നല്ല മാറ്റമുണ്ട്. കാരണം എനിക്ക് നല്ല മുടി കൊഴിഞ്ഞിരുന്നു കേട്ടോ. ഇപ്പോൾ നല്ല മാറ്റം വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിൻ്റെ
റോസ്മേരിയുടെ വെള്ളം ഉപയോഗിക്കുന്നുണ്ട്, പിന്നെ റോസ്മേരിയുടെ എണ്ണ ഉപയോഗിക്കുന്നുണ്ട്. ഇത് തേക്കുമ്പോഴും നല്ല മാറ്റം വരുന്നുണ്ട് കേട്ടോ. നമ്മൾ ഇതിങ്ങനെ പിന്നെ മസാജ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക. കുളിക്കണേൻ്റെ ഒരു 10 മിനിറ്റ് നേരം ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക. ഇതെല്ലാം കാണിച്ചിടാൻ വേണ്ട കേട്ടോ ഞാൻ തേച്ചത്. ഇതിങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക. ഉണ്ടോ, നല്ല മാറ്റം കേട്ടോ, മുടിക്ക് നല്ല മാറ്റമുണ്ട്. ആക്കി കൊടുത്താൽ മതി കേട്ടോ. അതിന് മുടി നല്ല പൊടി വണ്ണമില്ലാതെ ഇരുന്നപ്പോൾ അത്യാവശ്യം ഇപ്പോൾ കുറച്ച് മുടി ഉണ്ടായിട്ടുണ്ട് കേട്ടോ, കുറച്ച് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അടുത്ത വീഡിയോ കാണാം.